നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 5 ശനിയാഴ്ച. ഞാൻ എം ജയപ്രകാശ്. വഖഫ് ഭേദഗതി ബിൽ സഭയിൽ പാസായതിനു പിറകെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. മാധ്യമം ഈ വാർത്ത പ്രധാന ലീഡാക്കി. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ.ഡി. റെയ്ഡ് നടത്തി. ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തു. ഈ വാർത്ത പത്രങ്ങളിൽ പ്രാധാന്യത്തോടെയുണ്ട്. നടൻ രവികുമാർ അന്തരിച്ചു. 70കളിലും 80കളിലും മലയാള സിനിമയിലെ പ്രണയനായകനായി തിളങ്ങിയ നടനാണ് വിടവാങ്ങിയത്. നോക്കാം ഇന്നത്തെ പത്രത്താളുകളിലെ വാർത്തകളിലേക്ക് വിശദമായി. ആദ്യം മാധ്യമത്തിലേക്കാണ്. ഭരണഘടനാ വിരുദ്ധമായി വഖഫ് ബിൽ പാസാക്കി പാർലമെന്റ് പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ വഖഫ് ബിൽ കോടതിയിലേക്ക്. 95-നെതിരെ 125 വോട്ട് നേടി രാജ്യസഭയും കടന്ന ബിൽ നിയമമാകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചു. ബില്ലിന് രാഷ്ട്രപതി മേലൊപ്പ് ചാർത്തുന്നതിനു മുൻപേ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബീഹാറിൽ നിന്നുള്ള വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി അംഗം കൂടിയായ ലോക്സഭയിലെ കോൺഗ്രസ് വിപ്പ് മുഹമ്മദ് ജാവേദ് സുപ്രീം കോടതിയിലെത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങി. ജാമിയ മിലിയ ഇസ്ലാമിയ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനിറങ്ങിയത് തടയാൻ അധികൃതർ ക്യാമ്പസിന്റെ കവാടങ്ങൾ അടച്ചുപൂട്ടി. ലോക്സഭയിലേതുപോലെ പാതിരാവും കടന്ന ചർച്ചയ്ക്കൊടുവിൽ വെള്ളിയാഴ്ച പുലർച്ചെ ബിൽ രാജ്യസഭയും പാസാക്കിയതിനെ തുടർന്നാണ് ബില്ലിനെതിരായ പോരാട്ടം നിയമപരമായ ഘട്ടത്തിലേക്ക് കടന്നത്. ലോക്സഭയിലേതുപോലെ ഉച്ചയ്ക്ക് തുടങ്ങി 13 മണിക്കൂർ നീണ്ട ചർച്ച പുലർച്ചെ 1:30 അവസാനിപ്പിച്ചാണ് ബിൽ വോട്ടിനിട്ടത്. ഇന്ത്യ സഖ്യകക്ഷികൾക്കു പുറമെ AIDMKയും ബില്ലിനെ എതിർത്തു. എന്നാൽ ബില്ലിനെ എതിർക്കുമെന്ന് കരുതിയിരുന്ന ബിജു ജനതാദളിന്റെ രാജ്യസഭാ നേതാവ് സസ്മിത് പത്ര അനുകൂലമായി വോട്ട് ചെയ്തു. മനസാക്ഷി വോട്ടിന് ബിജു പട്നായിക് പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി പാർട്ടിയുടെ മറ്റ് 6 MP-മാർ ബില്ലിനെതിരായും വോട്ട് ചെയ്തു. സർക്കാർ ഉയർത്തിയ ന്യായവാദങ്ങൾ ബാലിശമാണെന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർത്ഥിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ബില്ലിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയിൽ വെല്ലുവിളിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സിൽ കുറിച്ചു. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടാൽ മുസ്ലിം ലീഗ് തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുമെന്ന് MP ഹാരിസ് ബീരാൻ പറഞ്ഞു. ഗോകുലം ഗോപാലനു പിന്നാലെ ഇ.ഡി. സംഘപരിവാറിന്റെ പ്രതിഷേധത്തിനിടയാക്കിയ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലന്റെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. പിന്നാലെ അദ്ദേഹത്തെ അടിയന്തരമായി ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. കോഴിക്കോട് വെള്ളിയാഴ്ച രാവിലെ 11:30 തുടങ്ങിയ പരിശോധന 4 മണിക്കൂർ നീണ്ടു. കൊച്ചിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥ സംഘം അരയിടത്തുപാലം ഗോകുലം മാളിന് സമീപത്തെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ആദ്യമെത്തിയത്. ഓഫീസിലുണ്ടായിരുന്ന ഗോകുലം ഗോപാലിനോട് വിവരങ്ങൾ ആരാഞ്ഞു. ചെന്നൈ കോടമ്പാക്കത്തെ ഓഫീസിനൊപ്പമാണ് കോഴിക്കോടും തിരച്ചിൽ തുടങ്ങിയത്. പരിശോധനയ്ക്ക് മുൻപ് ഗോകുലം ഗോപാലിന്റെ നേതൃത്വത്തിൽ ഡയറക്ടർമാരുടെ യോഗം നടന്നിരുന്നു. യോഗത്തിനിടെ ഇ.ഡി. സംഘം കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലും പരിശോധനയും തുടങ്ങി. വൈകിട്ട് 3:30 സംഘം തിരിച്ചുപോയത്. ചെന്നൈയിൽ കോടമ്പാക്കത്തുള്ള ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ആസ്ഥാനത്തും നീലാങ്കരയിലെ വസതിയിലുമായിരുന്നു പരിശോധന. ഇവിടെയും കൊച്ചി മേഖലാ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത്. പിന്നാലെ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് ചെന്നൈ കോടമ്പാക്കത്തുള്ള ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ആസ്ഥാനത്ത് വെച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. വൈകിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. റെയ്ഡിന് സിനിമയുമായി ബന്ധമില്ലെന്നും ചട്ടലംഘനങ്ങളുടെ അന്വേഷണമാണ് നടക്കുന്നതെന്നും ഇ.ഡി. വ്യക്തമാക്കി. വിദേശ നാണയ വിനിമയ ചട്ടം, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം എന്നിവ പ്രകാരമാണ് നടപടികൾ. 1000 കോടിയുടെ ചട്ടലംഘനമുണ്ടായെന്നാണ് അനുമാനം. ഗോകുലം ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട കേസുകൾ, വിദേശ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയാണ് സംഘം ലക്ഷ്യമിടുന്നത്. ഗോപാലിന്റെ വിവിധ കമ്പനികൾ നിക്ഷേപം നടത്തിയ സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നു. 2017-ലും 2023-ലും ആദായനികുതി വിഭാഗം ഗോകുലത്തിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായ നടപടിയെന്നാണ് ഇ.ഡിയുടെ വിശദീകരണം. രവികുമാറിന് വിട. ഓർമ്മയാകുന്നത് ഒരു കാലത്തിന്റെ നായകൻ.
ചെന്നൈ. മലയാള തമിഴ് സിനിമകളിൽ മുൻനിര നായകനായിരുന്ന നടൻ രവികുമാർ 71 വയസ്സ് അന്തരിച്ചു. 70കളിലും 80കളിലും പ്രണയസുരഭിലമായ നിരവധി വേഷങ്ങൾ ചെയ്തു. വില്ലൻ വേഷങ്ങളിലും തിളങ്ങി. 150ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. TV പരമ്പരകളിലും വേഷമിട്ടു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ ചെന്നൈ വേളച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൃതദേഹം ചെന്നൈ വത്സരാവാക്കത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ശനിയാഴ്ച പോരൂരിൽ സംസ്കാര ചടങ്ങ് നടത്തും. തൃശൂർ സ്വദേശികളായ സിനിമാ നിർമ്മാതാവ് KMK മേനോന്റെയും നടി ഭാരതി മേനോന്റെയും മകനായി തിരുവനന്തപുരത്തായിരുന്നു ജനനം. 1967 ഇന്ദുലേഖ എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. ഉല്ലാസയാത്രയിലാണ് ആദ്യമായി നായക വേഷത്തിലെത്തിയത്. പിന്നീട് നിരവധി സിനിമകളിൽ പ്രണയനായകനായി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി. നടി സുമിത്രയാണ് ആദ്യ ഭാര്യ. ഇവർ പിരിഞ്ഞതിന് പിന്നാലെ രവികുമാർ വീണ്ടും വിവാഹിതനായി. ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട്. ക്ഷേമ പെൻഷൻ ഒരു ഗഡു കൂടി. വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുൻപ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 820 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. ഇനി മലയാള മനോരമയുടെ ലീഡ് വാർത്തയിലേക്കാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുതിയ ശുപാർശകൾ വേണം സോളാർ. മാസം 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന 100 ചതുരശ്ര മീറ്റർ പുരപ്പുറമുള്ളവർക്ക് നഗരങ്ങളിലെ കെട്ടിടങ്ങളിൽ വാഹന ചാർജിംഗ് പോയിന്റും നിർബന്ധം. പ്രതിമാസം 500 യൂണിറ്റിനു മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന 100 ചതുരശ്ര മീറ്ററെങ്കിലും പുരപ്പുറമുള്ള വീടുകളിൽ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാൻ 2025 കരട് വൈദ്യുതി നയത്തിൽ ശുപാർശ. കുറഞ്ഞത് 1 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിക്കേണ്ടത്. 100 ചതുരശ്ര മീറ്ററിന് മേൽ കെട്ടിട വിസ്തൃതിയുള്ള എല്ലാ വാണിജ്യ ഉപഭോക്താക്കളും കുറഞ്ഞത് 3 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റും 400 ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർ 5 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റും സ്ഥാപിക്കണം. ഇവ സ്ഥാപിക്കാൻ ഇൻസെന്റീവും നൽകും. ഇതിനായി തദ്ദേശ വകുപ്പുമായി ചേർന്ന് കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും ശുപാർശകളിൽ പറയുന്നു. നഗരമേഖലകളിലെ കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് പോയിന്റ് നിർബന്ധമാക്കും. 500 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം എനർജി ചാർജ്, ഫിക്സഡ് ചാർജ് എന്നിവയുൾപ്പെടെ ശരാശരി 5000 രൂപയിലധികം രൂപയുടെ ബിൽ ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. പുരപ്പുറം ഇല്ലെങ്കിലും സോളാർ. സ്വന്തം പുരപ്പുറത്ത് സോളാർ പ്ലാന്റിന് ഇടമില്ലാത്ത ഗാർഹിക ഉപഭോക്താക്കൾക്ക് സൗരോർജ്ജ പദ്ധതികളിൽ നിക്ഷേപം നടത്താം. ഉദാഹരണത്തിന് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി ഒന്നിച്ച് പ്ലാന്റ് സ്ഥാപിച്ച് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതി കണക്കാക്കിയ ശേഷം അതിലെ നിക്ഷേപത്തിന്റെ തോതനുസരിച്ച് ഉപഭോക്താക്കളുടെ ബില്ലിൽ തട്ടിക്കിഴിക്കും. ഗാർഹികേതര ഉപഭോക്താക്കൾക്ക് പുനരുപയോഗ ഊർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉപയോഗം തട്ടിക്കിഴിക്കാനും അവസരം നൽകും. വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ ഊർജ്ജ സംരക്ഷണ വ്യവസ്ഥ കർശനമാക്കി. വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്ക് ഊർജ്ജ സംരക്ഷണ വ്യവസ്ഥകൾ കർശനമാക്കി കെട്ടിട നിർമ്മാണ മാനദണ്ഡം സംബന്ധിച്ച് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കണക്റ്റഡ് ലോഡ് 100 കിലോവാട്ടിൽ കൂടുതലോ കോൺട്രാക്ട് ഡിമാൻഡ് 120 കിലോവാട്ട് ആംബിയറോ അതിലധികമോ ആയ വാണിജ്യ കെട്ടിടങ്ങൾക്കാണ് വ്യവസ്ഥ ബാധകം. പൂർണ്ണമായി ശീതീകരിച്ച 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ള കെട്ടിടങ്ങൾക്കും ഇതു ബാധകമാണ്. 1000 ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തൃതിയുള്ള കെട്ടിടത്തിൽ പിന്നീട് കൂട്ടിച്ചേർക്കൽ ഉണ്ടായാലും ഇതു ബാധകമാകും. ലോഡ്ജ്, പ്രത്യേക പാർപ്പിട സമുച്ചയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ, ആശുപത്രി കെട്ടിടങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഓഫീസുകൾ, കച്ചവട വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ, മൾട്ടിപ്ലക്സ് കെട്ടിടങ്ങൾ, മാളുകൾ തുടങ്ങിയവയാണ് ഈ പരിധിയിൽ വരുന്നത്. കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഊർജ്ജക്ഷമമായ രൂപകൽപ്പന വേണം. ഓരോ ഇലക്ട്രിക് ഉപകരണത്തിനും നിശ്ചിത മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ നിർമ്മാണ പെർമിറ്റ് നേടുന്നതിനു മുൻപ് ECSBC ചട്ടങ്ങൾ പാലിച്ചാണ് രൂപകൽപ്പന നടത്തിയതെന്ന സർട്ടിഫിക്കറ്റ് നേടണം. നിലവിൽ എനർജി മാനേജ്മെന്റ് സെന്ററിന് കീഴിലുള്ള ബിൽഡിംഗ് എനർജി എഫിഷ്യൻസി എക്സ്പേർട്സ് ഗ്രൂപ്പാണ് രൂപകൽപ്പന പരിശോധിച്ച് ഉറപ്പാക്കുന്നത്.
സംസ്ഥാനത്താകെ 47 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഊർജ്ജക്ഷമത സുസ്ഥിരതാ ചട്ടങ്ങൾ പാലിച്ചാണോ കെട്ടിടങ്ങൾ രൂപകൽപ്പന നടത്തിയത് എന്ന് പരിശോധിക്കാനുള്ള വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പരീക്ഷ നടത്തി എനർജി ഓഡിറ്റർ ബിൽഡിംഗ് എന്ന ലൈസൻസ് നൽകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചട്ടങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകി. ചങ്ക് തകർത്ത് ചുങ്കം. കോവിഡിന് ശേഷം US ഓഹരി വിപണി നേരിട്ട വലിയ ഇടിവ് ഉലഞ്ഞെങ്കിലും പിടിച്ചുനിന്ന് ഇന്ത്യൻ വിപണി. സെൻസെക്സിന് നഷ്ടം 930 പോയിന്റ്. കോവിഡിന് ശേഷം ലോകസമ്പദ് വ്യവസ്ഥയെ ഉലച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം. അമേരിക്കൻ വിപണികളിൽ വ്യാഴാഴ്ചയുണ്ടായ ഇടിവ് വെള്ളിയാഴ്ച ഏഷ്യൻ വിപണിയിലേക്കും പടർന്നു. വ്യാഴാഴ്ച വലിയ പ്രതിസന്ധി കൂടാതെ പിടിച്ചുനിന്ന ഇന്ത്യൻ വിപണിയും വെള്ളിയാഴ്ച തിരിച്ചടി നേരിട്ടു. US വിപണിയിൽ കോവിഡിന്റെ ആദ്യകാലത്ത് ഒറ്റ ദിവസമുണ്ടായതിന് സമാനമായ ഇടിവാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. ട്രംപിന്റെ തീരുവയിൽ പ്രതിസന്ധി നേരിടാനിടയുള്ള സകല ഓഹരികളും നിക്ഷേപകർ കൈയൊഴിഞ്ഞു. വെള്ളിയാഴ്ച ഏഷ്യൻ വിപണികളും തിരിച്ചടി നേരിട്ടു. സെൻസെക്സ് 930.67 പോയിന്റ് ഇടിഞ്ഞ് 75,364 വീണു. നിഫ്റ്റി 346 പോയിന്റ് നഷ്ടത്തിൽ 22,904 പോയിന്റിലാണ് വ്യാപാരം നടത്തിയത്. അമേരിക്കൻ തീരുവ വാഹന ഘടക കയറ്റുമതിയെ ബാധിക്കുമെന്നതിനാൽ ടാറ്റ മോട്ടോഴ്സ് ഓഹരി കനത്ത ഇടിവ് നേരിട്ടു. വെള്ളിയാഴ്ചത്തെ ഇടിവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപകർക്ക് വിപണി മൂല്യത്തിലൂടെ 9.99 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അതേസമയം രൂപ നേട്ടത്തിലാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോളറിനെതിരെ വെള്ളിയാഴ്ചയും രൂപ നില മെച്ചപ്പെടുത്തി. രാവിലെ വ്യാപാരം തുടങ്ങിയ ഉടൻ ഡോളർ ഒന്നിന് 85 രൂപയിൽ താഴെയെത്തി 84.95 രൂപ വരെ എത്തി. ഒടുവിൽ 20 പൈസയുടെ നേട്ടവുമായി 85.24 രൂപയിൽ വ്യാപാരം നിർത്തി. ഇന്ത്യക്ക് US ചുമത്തിയ തീരുവ 9 മുതൽ പ്രാബല്യത്തിൽ വരും. ബുധനാഴ്ച പകരച്ചുങ്കം പ്രഖ്യാപിക്കവേ ട്രംപ് പ്രദർശിപ്പിച്ച പട്ടികയിൽ ഇന്ത്യക്ക് ചുമത്തിയിരുന്നത് 26%. പിന്നീട് വൈറ്റ് ഹൌസ് ഇറക്കിയ രേഖയിൽ ഇത് 27%. വെള്ളിയാഴ്ച ഇറക്കിയ അന്തിമ രേഖയിൽ ഇത് 26% തന്നെയാണ്. ഇനി മാതൃഭൂമിയുടെ ലീഡ് വാർത്തയാണ് വായിക്കുന്നത്. വീണയുടെ പേരിലുള്ള കേസ് CPM നേതാക്കൾ രണ്ടു തട്ടിൽ. രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്ന് കേരള നേതാക്കൾ. പത്രസമ്മേളനത്തിൽ ഭിന്ന നിലപാടുമായി PB അംഗം മുഹമ്മദ് സലീം. CMRL കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിയാക്കിയതിൽ CPM നേതാക്കളിൽ ഭിന്നസ്വരം. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കേരള നേതാക്കളും ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ കേസ് ആർക്കെതിരെയാണോ അവരാണ് നേരിടേണ്ടത്, അല്ലാതെ പാർട്ടിക്ക് അതിൽ കാര്യമില്ലെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് സേവനം നൽകാതെ 2.70 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കുറ്റപത്രം. കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് തുടക്കത്തിലെ കേരള ഘടകം പ്രതിരോധം തീർത്തതാണ്. വ്യാഴാഴ്ച കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ശേഷവും ഈ നിലപാട് തന്നെയാണ് നേതാക്കൾ ആവർത്തിച്ചതും. ഇതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ തന്നെ പാർട്ടിയെ മാറ്റി നിർത്തിയും വീണയെ പ്രതിരോധിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്ന് വ്യക്തമാക്കിയും പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചത്. ഇതിനുശേഷം വിഷയത്തിൽ മറ്റു നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടുമില്ല. കേരളത്തിന്റെ വികസന നയം ഒരു മാതൃകയായി CPM ഏറ്റെടുക്കണമെന്നും അതിന് ദേശീയ തലത്തിൽ പാർട്ടി പ്രചാരണം നൽകണമെന്നുമുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് സലീമാണ്. പ്രമേയവും വീണയുടെ കേസും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും കുടുംബത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുകയാണെന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണ്. SFIOയുടെ കേസിൽ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല. എന്തെങ്കിലും നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട കക്ഷികളാണ് നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ കർശന നിർദ്ദേശം: കലങ്ങരുത് പൂരം, കുലുങ്ങരുത് പോലീസ്. കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരം കലങ്ങൽ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമായെന്ന വിലയിരുത്തലിൽ ജാഗ്രത കൂട്ടി സംസ്ഥാന സർക്കാർ. ഇത്തവണ ഒരു കാരണവശാലും തൃശൂർ പൂരം അലങ്കോലപ്പെടരുതെന്നും അതുവഴി ആർക്കും രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം നൽകരുതെന്നുമുള്ള കർശന നിർദ്ദേശം സർക്കാർ പോലീസിന് നൽകി.
എത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായാലും പൂരം ഡ്യൂട്ടിയിലില്ലാത്ത ഓഫീസറാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ പൂരം അലങ്കോലപ്പെട്ടതിൽ ADGPക്ക് പങ്കുണ്ടെന്ന ആരോപണമുയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. മെയ് 6-നാണ് തൃശൂർ പൂരം. ശബരിമല സ്ത്രീ പ്രവേശനം സ്ത്രീകൾ എതിർത്തത് വൈരുദ്ധ്യമായെന്ന് ഹൈക്കോടതി. ശബരിമല കേസിലെ സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന് പുതിയൊരു മാനം നൽകിയെന്നും ഉത്തരവിനെ സ്ത്രീകൾ എതിർത്തത് സ്ത്രീ മുന്നേറ്റത്തിലെ വൈരുദ്ധ്യമായെന്നും ഹൈക്കോടതി. സ്ത്രീ മുന്നേറ്റത്തിൽ പൊതുവിടങ്ങളിൽ കാര്യമായ പുരോഗതിയുണ്ടായി. സ്വകാര്യയിടങ്ങളിൽ ഇത്തരമൊരു മാറ്റമില്ല. വീടുകളിൽ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയുമടങ്ങിയ ഡിവിഷൻ ബെഞ്ച്. പൊതുവിടങ്ങളിലെ മുന്നേറ്റത്തിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. മത ജാതീയ അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടങ്ങൾക്കൊപ്പം സ്ത്രീകൾക്ക് നേരെയുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയും മുന്നേറ്റങ്ങളുണ്ടായി. ഈ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ സ്ത്രീകളുമുണ്ടായിരുന്നു. എന്നാൽ വീടുകളിലേക്കും മതങ്ങളിലേക്കും എത്തുമ്പോൾ അവിടെ കാര്യമായ മുന്നേറ്റമുണ്ടായെന്ന് പറയാനാകില്ല. സ്ത്രീശക്തിയെ അവർ തിരിച്ചറിയണം. ഡിവിഷൻ ബെഞ്ച് വാക്കാൽ അഭിപ്രായപ്പെട്ടു. സ്കൂൾ കായികമേള ആദ്യ 8 സ്ഥാനക്കാർക്കും ഗ്രേസ് മാർക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ആദ്യ 8 സ്ഥാനങ്ങളിലെത്തുന്നവർക്കും ഇനി ഗ്രേസ് മാർക്ക്. നേരത്തെ 4-ാം സ്ഥാനം വരെയുള്ളവർക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയിരുന്നത്. SSLC ഗ്രേസ് മാർക്കിന് ഏപ്രിൽ 4 മുതൽ 16 വരെ എക്സാം പോർട്ടലിൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടുത്താം. സ്പോർട്സ് ഗെയിംസ് ഇനങ്ങളിൽ 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് 1 മുതൽ 8-ാം സ്ഥാനം വരെ ലഭിച്ച സംസ്ഥാന സർട്ടിഫിക്കറ്റ്, ദേശീയ തലത്തിൽ 1, 2, 3 സ്ഥാനം പങ്കെടുത്തതിനുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിക്കാം. പ്ലീസ് ബി കെയർഫുൾ. മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി. നെടുമ്പാശ്ശേരി. കൊച്ചി വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജബൽപൂർ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. നിങ്ങളാരാണ്? നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമം ആരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഇതായിരുന്നു പ്രതികരണം. ഏതാ ചാനലെന്ന് ആരാഞ്ഞപ്പോൾ കൈരളിയെന്ന് മറുപടി കിട്ടി. ഹാ ബെസ്റ്റ് എന്നായിരുന്നു പ്രതികരണം. ജബൽപൂരിലെ പുരോഹിതർക്കു നേരെ ആക്രമണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണല്ലോ മറുപടിയെന്ന് മാധ്യമപ്രവർത്തകർ പ്രതികരിച്ചപ്പോൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നും പറഞ്ഞു. പുരോഹിതർക്കു നേരെ പല അനിഷ്ട സംഭവങ്ങളും കേരളത്തിലുണ്ടായിട്ടില്ലേ എന്ന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചോദിച്ചു. ഈ ചോദ്യം ജബൽപൂർ സംഭവത്തെ ന്യായീകരിക്കാനാണോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനായത്. മാധ്യമങ്ങളെക്കാൾ വലുത് ഇവിടുത്തെ സാധാരണക്കാരാണെന്നും മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ നാവിനെ വേണേൽ പോസ്റ്റ്മോർട്ടം ചെയ്തു, പക്ഷേ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു. ബോളിവുഡ് നായകൻ മനോജ് കുമാർ അന്തരിച്ചു. ദേശസ്നേഹ സിനിമകളിലൂടെ ജനപ്രിയ നായകനായി മാറിയ ബോളിവുഡ് നടൻ മനോജ് കുമാർ 87 വയസ്സ് അന്തരിച്ചു. സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഡിറ്റർ, ഗാനരചയിതാവ് എന്നീ നിലകളിലും ശ്രദ്ധ നേടി. പുരബ് ഔർ പശ്ചിം, ഉപകാർ, റൊട്ടി കപ്പട ഓർ മക്കാൻ തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി. ദേശഭക്തി സിനിമകളിലൂടെ പ്രശസ്തനായ മനോജ് കുമാറിനെ ഭരത് കുമാർ എന്നായിരുന്നു ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. പാകിസ്ഥാനിലെ അബോട്ടാബാദിലാണ് ജനനം. വിഭജനത്തെ തുടർന്ന് കുടുംബം ഡൽഹിയിലേക്ക് കുടിയേറി. 1992 പത്മശ്രീയും 2015 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് പുറമെ 7 ഫിലിംഫെയർ പുരസ്കാരങ്ങളും നേടി. മനോജ് കുമാറിന്റെ ഭാര്യ ശശി ഗോസ്വാമി റേഡിയോ നാടകരംഗത്ത് സുപരിചിതയാണ്. മക്കൾ വിശാൽ ഗോസ്വാമിയും കുനാൽ ഗോസ്വാമിയും സീരിയൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു. നിപ്പയെന്ന് സംശയം, യുവതി നിരീക്ഷണത്തിൽ. കോഴിക്കോട് നിപ്പ രോഗം ബാധിച്ചതായി സംശയിച്ച് കുറ്റിപ്പുറം സ്വദേശിയായ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. യുവതി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കടുത്ത തലവേദനയെ തുടർന്ന്
മാർച്ച് 31-നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലച്ചോറിൽ അണുബാധയുണ്ടായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനകൾക്കിടയിലാണ് നിപ്പ രോഗത്തിന്റെ കൂടി പ്രാഥമിക പരിശോധന നടന്നത്. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ക്ഷേത്രോത്സവത്തിന് വിപ്ലവഗാനം. കടുത്ത നടപടിയുമായി ദേവസ്വം ബോർഡ്. കടയ്ക്കൽ ദേവീക്ഷേത്രോത്സവത്തിലെ ഗാനമേളയിൽ വിപ്ലവഗാനം പാടിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കടുത്ത നടപടിക്ക് ദേവസ്വം ബോർഡ്. ഉപദേശക സമിതി പിരിച്ചുവിട്ട് പുതിയ സമിതിയെ തിരഞ്ഞെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ജാഗ്രതക്കുറവുണ്ടായതിന് ദേവസ്വം ബോർഡ് പുനലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ, കടക്കൽ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നിവരിൽ നിന്ന് വിശദീകരണം തേടും. ദേവസ്വം വിജിലൻസ് എസ്.പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെയും ഹൈക്കോടതി ഇടപെടലിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. ഉപദേശക സമിതിക്ക് ജാഗ്രതക്കുറവുണ്ടായി. പാട്ടിനിടെ CPM-ന്റെയും DYFIയുടെയും ചിഹ്നം LED-യിൽ കാണിച്ചത് ഓപ്പറേറ്ററുടെ വീഴ്ചയാണ് എന്നീ കാര്യങ്ങൾ പുനലൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉപദേശക സമിതിക്ക് ജാഗ്രതയുണ്ടായില്ലെന്ന് SP-യും വ്യക്തമാക്കിയിരുന്നു. ഉത്സവ കമ്മിറ്റിക്കായിരുന്നു പരിപാടിയുടെ ചുമതലയെങ്കിലും സമിതിക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്നാണ് വിലയിരുത്തൽ. പുതിയ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അംഗം A അജികുമാറും വിശദീകരിച്ചു. ഇക്കാര്യം ഹൈക്കോടതിയെയും അറിയിച്ചു. ഗാനമേളയിൽ പുഷ്പനെ അറിയാമോയെന്ന പാട്ടുപാടിയതിനെതിരെ ഗായകൻ അലോഷി, ഉപദേശക സമിതി പ്രസിഡന്റ് എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ മതസാമുദായിക ചിഹ്നം വേണ്ട, പാർട്ടിക്കൊടിയും. ഉത്സവത്തിനോ ഘോഷയാത്രയിലോ ചടങ്ങുകൾക്കോ അല്ലാത്തപ്പോഴോ രാഷ്ട്രീയ പാർട്ടികളുടെയോ സമുദായ സംഘടനകളുടെയോ കൊടിയോ തോരണങ്ങളോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അനുവദിക്കില്ല. രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളും ഉപയോഗിക്കുന്നതുമായി സമാനത തോന്നുന്ന ഒന്നും ക്ഷേത്രങ്ങളിൽ വേണ്ടെന്ന് ബോർഡ് നിർദ്ദേശിച്ചു. വഖഫ് ബിൽ. കോൺഗ്രസ് ഇടപെടലിനെ പ്രശംസിച്ച് സമസ്ത രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിമർശിച്ച് മുഖപത്രം. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായെങ്കിലും മതേതര കക്ഷികളെ ഒരുമിച്ചു നിർത്തി എതിർത്തതിൽ കോൺഗ്രസിനെ പ്രശംസിച്ച് സമസ്ത. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ സമസ്ത മുഖപത്രം മുഖപ്രസംഗത്തിലൂടെ വിമർശനമുന്നയിച്ചതിന് പിന്നാലെയാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുവന്നത്. ബിൽ ഭരണഘടനാ ലംഘനമാണെന്നും ഇത് മുസ്ലിം വിഷയമാക്കി ചുരുക്കരുതെന്നും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി. ലോക്സഭയിൽ രാജ്യം ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന വയനാട് MP പ്രിയങ്ക ഗാന്ധി വിപ്പ് ലംഘിച്ച് പാർലമെന്റിൽ എത്താതിരുന്നത് കളങ്കമായെന്നാണ് സംസ്ഥാന മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ വിമർശിച്ചത്. മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ BJP ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നുവെന്ന ചോദ്യം എക്കാലത്തും മായാതെ നിൽക്കും. രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന ചോദ്യവും ഉയർന്നു തന്നെ നിൽക്കും, മുഖപ്രസംഗത്തിൽ പറയുന്നു. അതേസമയം പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു നിർത്താൻ കോൺഗ്രസ് പ്രയത്നിച്ച കാര്യവും എടുത്തു പറയുന്നുണ്ട്. ലോക്സഭയിൽ ബിൽ ചർച്ചയായപ്പോൾ വടകര MP ഷാഫി പറമ്പിൽ സംസാരിക്കാത്തതിനെ കഴിഞ്ഞ ദിവസം SKSSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂരും വിമർശിച്ചിരുന്നു. സുപ്രഭാതത്തിൽ വന്നത് പത്രത്തിന്റെ അഭിപ്രായമാണെന്നും സമസ്തയുടെ നിലപാട് പറയേണ്ടത് മുഷാവറയാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ വിശദീകരിച്ചു. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം ന്യായീകരിച്ചു. ബില്ലിനെതിരെ രാഹുൽ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ബിൽ പാർലമെന്റിൽ വരുന്നത് മുൻകൂട്ടി അറിയിക്കാത്തതുകൊണ്ടാണ് പ്രിയങ്കയ്ക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. സത്താർ പന്തല്ലൂർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പ്രതികരിച്ച അദ്ദേഹം ലോക്സഭയിൽ ക്രിസ്ത്യൻ MP-മാരെ കൊണ്ട് സംസാരിപ്പിച്ച കോൺഗ്രസ് നടപടിയെ പ്രശംസിച്ചു. ബിൽ ഒപ്പുവെക്കരുതെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതാനും ബില്ലിനെതിരെ നിയമപോരാട്ടം നടത്താനുമാണ് സുന്നി യുവജന സംഘത്തിന്റെ തീരുമാനം. സമസ്തയിൽ ഭിന്നസ്വരങ്ങൾ ഉയരുമ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായില്ല. ഇന്ത്യയെ ഒന്നിപ്പിച്ച് വഖഫ് ബിൽ. മുന്നിൽ നിന്ന് നയിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. വഖഫ് സ്വത്തുക്കൾ പിടിച്ചടക്കാനും നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ബിൽ പ്രതിപക്ഷത്തെ വീണ്ടും ഒന്നിപ്പിച്ചു. ഏറെക്കാലമായി നടക്കാതിരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഒന്നിച്ചുള്ള ഇരുത്തത്തിനും വഖഫ് ബിൽ നിമിത്തമായപ്പോൾ
പ്രതിപക്ഷത്തിന്റെ നായകത്വം വീണ്ടും ദളിത് നേതാവായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയിൽ വന്നുചേർന്നു. ബിൽ പാസാക്കി പാർലമെന്റ് സമ്മേളനം അവസാനിപ്പിക്കാനായി വെള്ളിയാഴ്ച സഭ ചേർന്നപ്പോൾ ഏറെക്കാലമായി കേൾക്കാതിരുന്ന ജയ് ശ്രീറാം വിളികളുമായി ആഘോഷിക്കാനെത്തിയ ഭരണപക്ഷ ബെഞ്ചുകൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന് ജയ് ഭീം എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു കൊടുത്തതോടെ ഭരണപക്ഷത്തെ ജയ് ശ്രീറാം വിളികളും നിലച്ചു. പാർലമെന്റ് കഴിഞ്ഞയുടൻ സുപ്രീം കോടതിയിൽ വിഷയമെത്തിച്ച് നിയമപോരാട്ടത്തിലും ഖാർഗെ തന്റെ പാർട്ടിയെ ഇന്ത്യ കക്ഷികൾക്ക് മുന്നിൽ നിർത്തി. ഗസയിൽ സ്കൂളുകളിൽ വീണ്ടും ബോംബിട്ടു. 27 മരണം. ദേർ അൽ ബലാഹ്. ഗസ മുനമ്പിൽ നരനായാട്ട് തുടരുന്ന ഇസ്രായേൽ സ്കൂളിന് മുകളിൽ ബോംബിട്ടതിനെ തുടർന്ന് കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം 27ലധികം പേർ കൊല്ലപ്പെട്ടു. മേഖലയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിക്കുകയെന്ന ലക്ഷ്യമിട്ടായിരുന്നു ഗസ സിറ്റിയിലെ തൂഫയിൽ ഇസ്രായേൽ ആക്രമണം. 14 കുട്ടികളുടെയും 5 സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് സാഹിറുൽ വാഹിദ് അറിയിച്ചു. 70 പേർക്ക് വിവിധ തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഹമാസിന്റെ കമാൻഡ് കൺട്രോൾ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം ന്യായീകരിച്ചു. സ്കൂളിന് നേരെ നടത്തിയ ആക്രമണം നിരപരാധികളായ സാധാരണക്കാരെ ക്രൂരമായി വംശഹത്യ ചെയ്യലാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. വ്യാഴാഴ്ച മുതൽ ഗസ മുനമ്പിലുടനീളം നടത്തിയ കനത്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 112 കവിഞ്ഞു. ഷിജയയിലെ വീടുകൾക്കുമേൽ ബോംബിട്ടതിനെ തുടർന്ന് 30ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അഹ്ലി ആശുപത്രിയുടെ കണക്ക്. തെക്കു പടിഞ്ഞാറൻ ഗസയിലേക്ക് ഒഴിഞ്ഞുപോയില്ലെങ്കിൽ കനത്ത ആക്രമണമുണ്ടാകുമെന്ന് ഇസ്രായേൽ സേന വടക്കൻ ഗസയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് കൂട്ടക്കൊല. കാൽനടയായും മറ്റും പലായനം ചെയ്യുകയായിരുന്ന നിരവധി പേർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സുരക്ഷിതമായ ഇടം തേടി 1 കിലോമീറ്റർ താണ്ടാൻ താനും ഭാര്യയും 3 മണിക്കൂർ നടന്നതായി 72കാരനായ മുഹമ്മദ് ഇർമന പറഞ്ഞു. ഹമാസുമായുള്ള വെടിനിർത്തൽ ഉടമ്പടി ഇസ്രായേൽ അവസാനിപ്പിച്ച ശേഷം 2.8 ലക്ഷം ഫലസ്തീനികൾ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുള്ളതായി UN ഓഫീസ് അറിയിച്ചു. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ 50,523 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,14,638 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദക്ഷിണ കൊറിയ പ്രസിഡന്റിനെ പുറത്താക്കിയ നടപടി കോടതി അംഗീകരിച്ചു. രാജ്യം ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ യൂൻ സുക് യോലിനെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇംപീച്ച് ചെയ്ത പാർലമെന്റ് നടപടി ദക്ഷിണ കൊറിയൻ കോടതി അംഗീകരിച്ചു. സംഭവം നടന്ന് 4 മാസത്തിന് ശേഷമാണ് ഭരണഘടനാ കോടതിയുടെ ഐകകണ്ഠേനയുള്ള ഉത്തരവ്. യൂനിനെ പദവിയിൽ നിന്ന് നീക്കിയതോടെ രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് 2 മാസത്തിനകം നടക്കുമെന്ന് ഉറപ്പായി. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.